ഓക്കെ, 22-ാം പാഠം അസ്സകാത്തു. അസ്സകാ അല്ലെ, രണ്ട് രൂപത്തിൽ വായിക്കാം. അസ്സകാത്തു എന്ന് വായിക്കാം, അസ്സക എന്നും വായിക്കാം അല്ലെ. എനീസാണ്. മൈക്ക് ഓഫ് ചെയ്യാം മുഹമ്മദ് റമീൻ. അടുത്തുനിന്ന് സംസാരം ഉണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് സക്കാത്ത് രണ്ട് വിധമാണ്. സക്കാത്തുൽ മാൽ, സക്കാത്തുൽ ബദൻ. ഇങ്ങനെ രണ്ട് വിധം സക്കാത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സക്കാത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ സക്കാത്ത്, സക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സക്കാത്ത്. സക്കാത്തുൽ ബദനിന് മറ്റൊരു പേരുണ്ട്, സക്കാത്തുൽ ഫിത്ർ അല്ലെ. റമദാൻ മാസം കഴിഞ്ഞാൽ അവസാന ദിവസം, റമദാനിന്റെ അവസാന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സമയമായി അല്ലെ. പിറ്റേ ദിവസം റമദാൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായിരിക്കും? ഒരാൾ മൈക്കോണാക്കി പറഞ്ഞേ. മറ്റൊരു പേര് അറബിയിൽ പറയുകയാണെങ്കിൽ മുസ്വല്ലി സുന്നത്തെ ചെറിയ പെരുന്നാൾ എന്ന് പറയില്ലല്ലോ. സുന്നത്ത് ഈദുൽ ഫിത്ർ, ഫിത്ർ ഫിത്ർ അല്ലെ. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ചെറിയ പെരുന്നാളിന്റെ തലേന്നല്ലേ. റമദാൻ കഴിഞ്ഞ അങ്ങനെ ആലോചിച്ചാൽ മതി, എന്നാ മാറിപ്പോവില്ല. ഈദുൽ അദ്ഹ മാറിപ്പോവാതിരിക്കാൻ ഉദ്ഹിയ്യത്ത് ആലോചിക്കാം. ഉദ്ഹിയ്യത്ത് എപ്പോഴാ? വലിയ പെരുന്നാളിന്റെ ശേഷമല്ലേ ഉദ്ഹിയ്യത്തിന്റെ ദിവസങ്ങൾ? വലിയ പെരുന്നാളിന്റെ അന്ന്, പിറ്റേന്ന്, പിറ്റേന്നിന്റെ പിറ്റേന്ന്, പിറ്റേന്ന് 3 ദിവസം, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ ഉദ്ഹിയ്യത്ത് അറക്കുന്നത്. ഉദ്ഹിയ്യത്ത് ആലോചിച്ചാൽ ഈദുൽ അദ്ഹ ഓർമ്മ വരണം, ബലി പെരുന്നാൾ ഓർമ്മ വരണം. ഫിത്ർ സക്കാത്ത് ആലോചിക്കാം, ഈദുൽ ഫിത്ർ ഓർമ്മ വരണം. ഓക്കെ, റെഡിയല്ലേ? ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസമാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുന്നേ നന്ന രാവിലെ സമയത്തും ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്താണ്? സക്കാത്തുൽ ബദൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈദുൽ ഫിത്ർ അല്ല, ഫിത്ർ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് സക്കാത്തുൽ ബദൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞത് സക്കാത്തുൽ മാലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത് അല്ലെ. സക്കാത്ത് രണ്ട് വിധമാണ്, സക്കാത്തുൽ മാൽ, സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ മാൽ വെള്ളി, പൊന്ന്, ഇത് ഓരോന്നും നമ്മൾ കൈകൊണ്ട് എണ്ണി തന്നെ പഠിക്കണം. വെള്ളി, പൊന്ന്. പൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഹൻഫ പറഞ്ഞേ. പൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം, പെട്ടെന്ന് പറ. സ്വർണം. ഓക്കെ, പൊന്ന്. അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട് അല്ലെ. അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജസാം. മൈക്ക് ഓണാക്കി വേഗം പറ. മൈക്ക് വേഗം ഓണാക്ക. പേര് വിളിച്ച മൈക്ക് ഓണാക്ക. എന്നിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. മറ്റുള്ളവരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അറിയത്തില്ല. ഹാദി പറഞ്ഞേ. അങ്ങനെയല്ല ഇരിക്കേണ്ട ഹാദി. ലാസിം, 2 കൈ കൊണ്ട് കുത്തൊന്നും കൊടുക്കല, തല അവിടെ സ്ട്രോങ് ആയി നിന്നോളൂ. തലക്ക് 2 കൈയിന്റെ സപ്പോർട്ട് കൊടുക്കണ്ട, തല സ്ട്രോങ് ആയിട്ട് എവിടെ തന്നെ നിൽക്കും, കഴുത്തിന് നിന്നോളൂ. ഹാദി പറഞ്ഞോ, എന്താണ് അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ. അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന. അപ്പോ സ്വർണം, വെള്ളി, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം എന്താ? അതിന്റെ സ്ഥാനത്ത് അതിനുള്ള പൈസ കൊണ്ട്. ഓക്കെ, അതായത് വെള്ളിയിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന അളവാകുമ്പോൾ, അളവ് വരുന്ന ഒരു അളവുണ്ടല്ലോ, എത്ര? 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്.
എന്നാൽ ഈ വെള്ളിയുടെ സ്ഥാനത്തുള്ള പൈസ ഉണ്ടെങ്കിലും നോട്ട് ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം വരുന്ന, അത്ര വില വരുന്ന സ്വത്ത്, പൈസ, രൂപ, നമ്മുടെ ഇന്ത്യയിൽ ആണെങ്കിൽ രൂപയെ ആലോചിക്കാം. അത്രയും മൂല്യമുള്ള, അത്രയും വില വരുന്ന രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ രൂപക്കും എന്ത് ചെയ്യണം? ഒരു വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെള്ളിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പൊന്നിന്റെ സ്ഥാനത്ത്, പൊന്നിന്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് നോക്കുക? 85 ഗ്രാം സ്വർണത്തിന്റെ മൂല്യം വരുന്ന ക്യാഷ്, രൂപ നമ്മുടെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ അതൊരു വർഷം അങ്ങനെ തന്നെ നിന്നു, അത് വേറൊരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അല്ല, സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അല്ല കേട്ടോ, മാറി പറഞ്ഞതാ. ഇതാണ് അവയുടെ സ്ഥാനത്തുള്ള നോട്ട് എന്ന് പറഞ്ഞാൽ. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്? റിയാല്, ഡോളർ മുതലായവ, ഇതൊക്കെ അതിൽ വരും. നോട്ട് എന്ന് ഇത് വേറെ വേറെയാക്കി എണ്ണേണ്ടതില്ല. പിന്നെ ധാന്യ വസ്തുക്കൾ, ധാന്യങ്ങൾ എന്ന് പറഞ്ഞാല് വിത്ത് പോലെയുള്ള അല്ലെ, ധാന്യ വസ്തുക്കൾ, അത് ഏതൊക്കെയാണ്? സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന വസ്തുക്കള്, ഗോതമ്പ്, അതുപോലെ നെല്ല്. പിന്നെ പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും, പഴവർഗ്ഗങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും, മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലും, കച്ചവട ചരക്കുകളിലും മാത്രമേ സക്കാത്ത് വാജിബുള്ളൂ. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. അപ്പൊ ഓരോന്നും പ്രത്യേകമായി മനസ്സിലാക്കി പഠിക്കണം. പിന്നെ കച്ചവട ചരക്കുകൾ എന്ന് പറയുമ്പോൾ അത് എന്ത് വസ്തുവാണെങ്കിലും, കച്ചവടം ചെയ്യുന്ന വസ്തു അത് എന്താണെങ്കിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിരിക്കും, കച്ചവടം ചെയ്യാനുള്ളതാണെങ്കിൽ. ഓക്കെ, അവിടെ നമ്മൾ ഈ പറഞ്ഞ കാരക്ക, മുന്തിരി അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. ഒരാള് കച്ചവടം നടത്തുന്നുണ്ട്, അയാള് എന്ത് വസ്തുവാണ് കച്ചവടം ചെയ്യുന്നത്, ഒരു കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് അയാളുടെ കച്ചവട വസ്തുക്കളുടെ ടോട്ടൽ മൂല്യം, ടോട്ടൽ എത്ര രൂപക്കുള്ള സാധനങ്ങൾ അയാളുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന് നോക്കണം. ആ സാധനങ്ങളുടെ വില, ഓക്കെ, ഈ സമയത്ത് ക്ലാസിന്റെ സമയത്ത് വിളിച്ചാലുള്ള പ്രശ്ന. റെഡിയായോ? ഒരു കോള് വന്നതാ, ഞാൻ ഡു നോട്ട് ഡിസ്റ്റർബ് ആക്കട്ടെ. മൈക്ക് ഓഫ്. ഓക്കെ, ശ്രദ്ധിക്കുന്ന കുട്ടികളെ അടുത്ത് നിന്ന് സംസാരം കുറയ്ക്കണേ. കുട്ടികളെ ശ്രദ്ധ വീട്ടിലെ സംസാരത്തിലായി പോവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സക്കാത്തിൻ്റെതാണ്. ശ്രദ്ധ അല്പം മാറിയാൽ പ്രശ്നം. ഞാനൊന്ന് കോൾ അറ്റൻഡ് ചെയ്യട്ടെ.